നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായതും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവജ്ഞാനത്തിൽ ധാരാളം പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടും തൃപ്തികരമായുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. ഒരുപക്ഷെ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടു കൂടിയതായുള്ള അവസരങ്ങളായതുകൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം അവസരത്തിന് പോലും സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകളിൽ നിന്നും അബദ്ധങ്ങളുണ്ടാവാതെ സൂക്ഷിക്കാനായിട്ട് മക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. ജീവിതഗതിക്ക് പുതിയതായിട്ടുള്ള പല ആശയങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പണം മുതൽ മുടക്കാതെ തന്നെ സ്വന്തം അധ്വാനത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകുന്നത്, അതിനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലിയോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം, വേറെ ചിലർക്ക് സ്വസ്ഥതക്കേടുകൾ, ഇങ്ങനെ പല പ്രകാരത്തിലും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ചില പരിവർത്തനങ്ങൾ, അത്ര തന്നെ പണച്ചെലവില്ലെങ്കിൽ പോലും ചില പരിവർത്തനങ്ങളൊക്കെ തയ്യാറാകുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. സഹപ്രവർത്തകർക്ക് പകർച്ചവ്യാധി പിടിപെടുന്നത് വഴി ഒരുപക്ഷെ അവരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളോ മേൽനോട്ടം വഹിക്കേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായ മനസ്ഥിതികളെല്ലാം വന്നു ചേരുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാൻ അവസരം, പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ചും കൊണ്ട് ഒരുപക്ഷെ കർഷകൻ്റെ സഹായവും കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയിൽ വരും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ബലപ്പെടുത്തുന്നത് വഴിയും അതിൻ്റെ വിപുലമാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരോട് വളരെ ആദരവ് തോന്നുവാനും ഉടമസ്ഥരുടെ ലക്ഷ്യം നിർവഹിക്കാൻ തക്കവണ്ണം പുതിയ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാനുള്ള രൂപരേഖ തയ്യാറാക്കുവാനും ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പരീക്ഷയിൽ, പ്രത്യേകിച്ച് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ മിക്ക വിദ്യാർത്ഥികൾക്കും വിജയശതമാനം വർദ്ധിക്കുന്ന വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഹൃദ്നാഡീ രോഗപീഠകൾക്ക് ചെറിയ രീതിയിൽ കഴിഞ്ഞ ചികിത്സയൊക്കെ തുടങ്ങിയെങ്കിൽ പോലും തീർത്തും ശസ്ത്രക്രിയ വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ അതിന് വേണ്ടിയതായിട്ടുള്ള പരിശോധനകളൊക്കെ തയ്യാറാകുവാൻ ഇടയുണ്ട്. സ്വതസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി എല്ലാം സ്വീകരിക്കുവാനും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനും സാധിക്കുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു, അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നു, കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പലർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം ഉണ്ടാവുക. എന്നാൽ ജന്മനാട്ടിൽ വന്നാലോ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞ് മാത്രമേ അതിനു വേണ്ടി തുനിയാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. നിലവിലുള്ള ജോലി സ്ഥലത്ത് അവസരങ്ങൾ വളരെ കുറയുന്നതിൻ്റെ വെളിച്ചത്തിലും അതേപോലെ തന്നെ പദ്ധതികൾ ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിലും ചില ജോലിക്കാരൊക്കെ തന്നെ
വളരെ ലോക്യത്തോടുകൂടി തന്നെ പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗുരുകാരണവന്മാർ പറയുന്ന കാര്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും ധ്രുവീകരിക്കുവാനും യുക്തിപൂർവമുള്ള ചിന്തകൾ അവലംബിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് എല്ലാവർക്കും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ അബദ്ധങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് എന്ന നിർദ്ദേശങ്ങൾ സുഹൃത്തുക്കൾക്ക് നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റെടുക്കുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആത്മവിമർശനത്താൽ പല കാര്യങ്ങളിലും ധ്രുവീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വ്യക്തമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിന് ഗുരുകാരണവന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹാശിസ്സുകൾ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഉത്സാഹവും ഉന്മേഷവും അതേപോലെ തന്നെ പദ്ധതികളിൽ വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരും. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു. അർഹമായിട്ടുള്ള രീതിയിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. വിനയത്തോടു കൂടിയതായിട്ടുള്ള സമീപനം എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വിവേചന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും കുടുംബത്തിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ചിലർക്ക് അത് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏത് പ്രകാരത്തിലും യാത്രകളിൽ വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള വാഹന ഉപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ പ്രകാരത്തിലും സമാധാനവും സ്വസ്ഥതയും കുടുംബത്തിൽ ആശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു. തൊഴിൽ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം, വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ജൂൺ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണവും ശ്രദ്ധയും സൂക്ഷ്മതയും വേണം എന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതാൻ സാധിക്കുമെങ്കിൽ പോലും വിജയശതമാനം സ്വല്പം കുറയുവാനാണ് യോഗമുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഫീസ് കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടതായ സാഹചര്യങ്ങൾക്കാണ് കൂടുതലും സാധ്യത കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഒരുപക്ഷെ ഈ മാസം മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യുക, അല്ലെങ്കിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും മേലധികാരികളുടെ ചുമതലകളുടെ ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുമെങ്കിലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുത്താൽ നഷ്ടകഷ്ടങ്ങളുണ്ടാകുവാനാണ് സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. എന്നാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലെല്ലാം ഏറ്റെടുക്കാം. അതെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം പോലും ഉണ്ടാകുന്നതുമാണ്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. അതായത് മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ മാസത്തിൽ തന്നെ അതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്.
വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി ജോലിയിൽ പുനരാരംഭിക്കുവാനും ഒരുപക്ഷെ ജോലിയോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളൊക്കെ തന്നെ പുനരാരംഭിക്കാനുള്ള അവസരത്തിന് യോഗമുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ദീർഘവീക്ഷണത്തോടു കൂടിയതും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ജോലിക്കാരിൽ നിന്ന് തന്നെയായിരിക്കും ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനിടയുള്ളത്. അതിൻ്റെ അനന്ത സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അതിനോട് തുടക്കം കുറിക്കാൻ തീരുമാനിക്കും. ഒരു പക്ഷേ പ്രത്യേകിച്ച് പണച്ചെലവൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ധ്രുവീകരണമേ വേണ്ടി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടക്കം കുറിക്കാനിടവരും. ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് 1 വർഷത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. ഇതിൻ്റെ പ്രതിഫലം വ്യക്തിപരമായിട്ട് മാത്രമല്ല, പ്രസ്ഥാനത്തിന് പോലും ഗുണകരമായുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിഷയങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. വിനയം, ആത്മസംയമനം എന്നിവ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുവാനിടവരുമെങ്കിൽ പോലും പ്രത്യേക അനുമതിയോടുകൂടി ചില കീഴ്ജീവനക്കാരെ നിയമിക്കുവാനുള്ള അനുമതി ഉടമസ്ഥരിൽ നിന്നും വന്നു ചേരുന്നത് വഴി ഉടമസ്ഥരും അതേപോലെ തന്നെ മേലധികാരികളും ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ തൊഴിൽ മണ്ഡലങ്ങളൊക്കെ സമർപ്പിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപാഠികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനോ വിനോദയാത്രകൾക്കോ അവസരമുണ്ടാകുമെങ്കിൽ പോലും അസമയങ്ങളിൽ ഓർക്കൊഴിച്ചിട്ടുള്ള യാത്രയും വാഹനോപയോഗവും അതിവേഗതയുള്ള വാഹനോപയോഗം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കാനിടവരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വികസിത രാഷ്ട്രത്തിൽ, പേരുകേട്ട സ്ഥാപനത്തിൽ, ഉന്നത സ്ഥാപനത്തിൽ, ബഹുരാഷ്ട്ര സ്ഥാപനത്തിലായിരിക്കാം ഉന്നത തസ്തികയിലിരിക്കുന്ന പലർക്കും ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികളൊക്കെ അപേക്ഷകളൊക്കെ നൽകുമെങ്കിൽ പോലും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായുള്ള വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രധാനങ്ങളായിട്ടുള്ള വിഷയങ്ങളെ അതിജീവിക്കുവാനായിട്ട് സുപ്രധാനമായിട്ടുള്ളതും ദീർഘവീക്ഷണത്തോടുകൂടിയതുമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഇനി മുതൽ ചില വിഭാഗങ്ങൾ മാത്രമേ നിലനിർത്തിയാൽ മാത്രമേ വിറ്റുവരവ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം വ്യാപാരം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള വിമ്മിഷ്ടങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമെങ്കിൽ പോലും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. കാർഷികമായിട്ടുള്ള വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ചതയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.